ഹലോ ഗായ്സ്, അങ്ങനെ ഇത് ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ് കേട്ടോ. വിഷുവിന് വന്നതാണ്. വിഷുവിന് തൊട്ടടുത്ത ദിവസമാണ്. അമ്മയുടെ നല്ല അടിപൊളി ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കുന്ന തന്ത്രപ്പാടിലാണ്. ഞാനിവിടെ ചെമ്മിയൊക്കെ നന്നായിട്ട് ഫ്രൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അമ്മ ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് അത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല സ്മെല്ല് മൂക്കിലേക്ക് ഇങ്ങനെ അടിച്ച് കയറുന്നുണ്ട്. അമ്മ നന്നായിട്ടത് മിക്സ് ചെയ്തെടുക്കുന്നത്. എനിക്ക് അത്യാവശ്യം ചെമ്മീൻ ബിരിയാണി അത്യാവശ്യം മസാല വേണമെന്ന് പറഞ്ഞാൽ അമ്മ നന്നായിട്ട് മസാല കൂട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനെല്ലാം നമ്മളിവിടെ ടേബിളിൻ്റെ മേലെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത് കടുക്ക പൊരിച്ചതാണ്. അതുപോലെ തന്നെ ചമ്മന്തി ഉണ്ട്, ബിരിയാണി എടുത്ത് വെച്ചിട്ടുണ്ട്, സാലഡ് ഉണ്ട്, അതുപോലെ തന്നെ അച്ചാറുണ്ട്, പപ്പടമുണ്ട്. എല്ലാം നമ്മൾ മേശപ്പുറത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അച്ഛന് വന്നതിന് ശേഷം നമ്മൾ ഒരുമിച്ചാണ് കഴിക്കുന്നത്. ഇലയിലാണ് നമ്മൾ കഴിക്കുന്നത് കേട്ടോ. ഇലയിൽ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. വലിയ ചെമ്മിയായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ആ ചെമ്മിയൊക്കെ എനിക്ക് എടുത്ത് അത്യാവശ്യം കുറച്ച് ഉറപ്പുണ്ടായിരുന്നു. പൊരിച്ചത് കൊണ്ട് കുറച്ച് നല്ല ഫ്രൈ ആയിട്ടാണ് പൊരിച്ചിട്ടുണ്ടായിരുന്നത്. നന്നായിട്ട് മൊരിച്ചിട്ടായിരുന്നു പൊരിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് കടുക്കയാണ് കേട്ടോ. എൻ്റെ ഫേവറേറ്റ് റൈറ്റാണ് കടുക്ക. അപ്പോൾ ഞാൻ വരുന്ന സമയത്ത് അമ്മ എനിക്കിതൊക്കെ വാങ്ങി അവിടെ വെച്ച് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ എനിക്ക് സർപ്രൈസ്. അമ്മ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല വാങ്ങിച്ച കാര്യം. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് കേട്ടോ കടുക്ക. അങ്ങനെ ഞാൻ പപ്പടവും അച്ചാറും ചമ്മന്തിയും കടുക്ക പൊരിച്ചതും ചെമ്മീൻ ബിരിയാണിയും എല്ലാം കൂടെ മിക്സ് ചെയ്തൊരു കഴിച്ചു കേട്ടോ. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു. അമ്മ ഇതുവരെ ഉണ്ടാക്കിയ ബിരിയാണിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബിരിയാണിയാണ് ചെമ്മീൻ ബിരിയാണി. എനിക്കതിൻ്റെ റെസിപ്പി വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. കാരണം അമ്മ ഈ പണി ചെയ്യുന്ന സമയത്ത് ഞാൻ വേറെ പണിയിൽ എൻഗേജ്ഡായിപ്പോയി. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു. ഞാനിപ്പോൾ ഇത് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് കുറച്ചുകൂടി ബിരിയാണി കിട്ടിയിരുന്നെങ്കിൽ ഞാൻ വിചാരിച്ച് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചോ? കഴിക്കാത്തവരൊക്കെ പോയി കഴിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.